ഹലോ മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ആദ്യപടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ CBSE റിലീസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെറിയ മാറ്റമൊന്നുമല്ല, സയൻസ് പേപ്പർ നോക്കുമ്പോൾ എൻറ്റയർലി മാറ്റമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ എല്ലാ മാറ്റവും എല്ലാവരും വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണം. സോ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുക എന്ന് വളരെ വ്യക്തമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ്സ് കീ. എന്തുകൊണ്ട് കീ ആവുന്നു? ഇതേ പാറ്റേണിലാണ് നമ്മുടെ ബോർഡ് എക്സാം ഉണ്ടാവുക. സെയിം പാറ്റേൺ. മാത്സിന്റെ പാറ്റേണിൽ മാറ്റമുണ്ടോ? മാത്സിന്റെ പാറ്റേണിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ സയൻസ് പാറ്റേൺ എൻറ്റയർലി മാറുന്നു. പണ്ട് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കറക്റ്റ് ആയിട്ട് ഫിസിക്സിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ്, ബയോളജി ഇത്ര എന്ന് പറഞ്ഞ് വളരെ വിശദമായിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. സോ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുന്ന ഘട്ടമാണ് ഈ പറയുന്നത്. ഈ കാണുന്ന വീഡിയോന്റെ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റ് ലഭിക്കുന്ന CBSEയുടെ വെബ്സൈറ്റ് ലിങ്ക്. ക്ലിക്ക് ചെയ്യുക, നേരെ ഡൗൺലോഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. സോ എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഹിറ്റ്സ് ഉണ്ടാവും. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ഹെഡ് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് SQP സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 കാണാൻ വേണ്ടി സാധിക്കും. യെസ്, ദാറ്റ്സ് ഇറ്റ്. ക്ലാസ് 10 CBSE ക്ലാസ് 10 ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് ആവശ്യം ഏത് വിഷയമാണോ ആ കാണുന്ന വിഷയം എല്ലാവരും സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. SQP ഓഫ് സയൻസ് ആൻഡ് MS, which means മാർക്കിംഗ് സ്കീം. എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് CBSE പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. പറ്റുകയാണെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് കോപ്പി എടുത്ത് വെക്കാം. ഒറ്റ പ്രിന്റ് ഔട്ട്, വേറൊന്നുമല്ല, നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടിയാ. ഇപ്പോൾ ഈ സമയം ഒരാൾ പോലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചെയ്യണം എന്ന് നിർബന്ധപ്പെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണത് പിന്നീട് പഠിക്കാം. പക്ഷെ ആ കാണുന്ന എക്സാം പാറ്റേൺ മനസ്സിലാക്കണം. എത്ര MCQ ഉണ്ട്, എത്ര 2 മാർക്ക് ഉണ്ട്, എത്ര 5 മാർക്ക് ഉണ്ട്, എത്ര 4 മാർക്ക് ഉണ്ട്, എത്ര കേസ് സ്റ്റഡി ഉണ്ട് എന്നെല്ലാം തന്നെ മനസ്സിലാവുന്ന വളരെ വ്യക്തമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം കേട്ടോ. നമ്മൾ ആദ്യം കണ്ടതെല്ലാം തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കെമിസ്ട്രി ആയിരുന്നു. യെസ്, സെക്ഷൻ A. All questions. This section consists of 39 questions in 3 sections. Section A is biology, section B is chemistry, and section C is physics. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന മൊത്തം ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ 3 ഹെഡ്സിലേക്ക് മാറ്റിക്കൊണ്ടാണ് CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ഗൈസ്, വീണ്ടും കാണാം. Till then, bye all. Thank you and signing off, Afnas, aka from Xylem Learning.